ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശ ഗ്രന്ഥത്തിൻ്റെ വായനയാണ്. ഇന്ന് ദിവസം 34. ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ്. അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ്. പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മയുടെ ഈ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം. ഡേ 34, 1978. നിങ്ങളുടെ പൊതുദൗത്യം. ജനുവരി 1, 1978. ദൈവമാതൃത്വ തിരുനാൾ 143. ഞാൻ സഭയോട് കൂടെ ആരംഭിക്കും. ഇന്നേ ദിവസം സഭ മുഴുവനും വലിയ പ്രത്യാശയോടെ തൻ്റെ സ്വർഗീയ മാതാവിനെ നോക്കുന്നു. യേശുവിൻ്റെ വികാരിയായ മാർപ്പാപ്പ ലോകരക്ഷയ്ക്ക് വേണ്ടി കുരിശിൽ ഒരു ബലിവസ്തുവായി വീണ്ടും വീണ്ടും ആത്മാർപ്പണം ചെയ്യുന്ന അദ്ദേഹം പുത്രസഹജമായ ആർദ്രതയോടും അനന്തമായ വിശ്വാസത്തോടും കൂടി എന്നോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് മനുഷ്യവർഗത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി അദ്ദേഹം എന്നോട് വിളിച്ചപേക്ഷിക്കുന്നു. ഞാൻ സഭയുടെ മാതാവാണെന്ന് അദ്ദേഹം സാഡംബരം പ്രഖ്യാപിച്ചു. ആ സഭയുടെ സമാധാനത്തിന് വേണ്ടി എന്നിലേക്ക് ദൃഷ്ടി തിരിച്ച് അദ്ദേഹം അവിരാമം പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന എൻ്റെ മക്കളെയെല്ലാം, നിരപരാധികളായ കൊച്ചു കുഞ്ഞുങ്ങൾ, മുൻപൊരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത അനിശ്ചിതത്വത്തിലും അന്ധകാരത്തിലും ക്ലേശിക്കുന്ന യുവജനങ്ങൾ, ദരിദ്രർ, പാപികൾ, രോഗികൾ, വൃദ്ധജനങ്ങൾ, വിപ്രവാസികൾ, മാർഗഭ്രംശം സംഭവിച്ചവർ, ഇവരെല്ലാം എന്നെ വിളിച്ചപേക്ഷിക്കുന്നു. എൻ്റെ പ്രിയസുതരായ നിങ്ങൾ, എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട നിങ്ങൾ തീവ്രമായ ഭക്തിതീഷ്ണതയോടെ എന്നെ ആഹ്വാനം ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞാൻ സ്വാഗതം ചെയ്യുന്നുവെന്നും അവയെ ദൈവനീതിയുടെ ബലിപീഠത്തിൽ ഞാൻ വയ്ക്കുന്നുവെന്നും ഇന്നും നിങ്ങളോട് ഞാൻ പറയുന്നു. നിങ്ങളും എൻ്റെ പുത്രൻ യേശുവിൻ തമ്മിലുള്ള എൻ്റെ മാതൃമധ്യസ്ഥത്തിൻ്റെ ജോലി പൂർവാധികം ഓജസ്സോടുകൂടി ഈ പുതിയ വർഷം ഞാൻ നടത്തും. ജനുവരി 6, 1978. 144. ഈ വിധത്തിലും നിങ്ങൾക്ക് ഞങ്ങളെ സ്നേഹിക്കാം. എൻ്റെ പ്രിയ സുതരെ, പ്രശാന്തതയോടെ നിങ്ങൾ യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് തിരിയുക. അവൻ എത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നുവെന്നും എത്രത്തോളം ഹൃദയാർദ്രതയോടെ അവൻ നിങ്ങളെ വീക്ഷിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഇതിൻ്റെ കാരണമെന്തെന്ന് നിങ്ങൾക്കറിയാമോ? എന്തെന്നാൽ നിങ്ങൾ വളരെ ചെറിയവരായി, പാവപ്പെട്ടവരായി, ന്യൂനതകൾ നിറഞ്ഞവരായി ജീവിതം തുടരുന്നു. എല്ലാം അവൻ്റെ ഹൃദയത്തിൻ്റെ എരിയുന്ന തീച്ചുളയിൽ ഇടുക. അപ്പോൾ അവയെല്ലാം അവൻ്റെ കരുണാർദ്രമായ സ്നേഹത്തിൽ എരിയും. നിങ്ങളുടെ പാപങ്ങൾ, ദൗർബല്യങ്ങൾ, ന്യൂനതകൾ ഇവയെല്ലാം അവിടെ കത്തിയെരിയും. ഒടുവിൽ നിങ്ങളുടേതായി യാതൊന്നും അവശേഷിക്കുകയില്ല. നിങ്ങൾ ചെയ്യുന്ന സൽപ്രവർത്തികൾ നമ്മുടെ പ്രവർത്തികൾ മാത്രമായിരിക്കും. ഞങ്ങൾ ഏറ്റവും വിലമതിക്കുന്നതും നിങ്ങളിൽ നിന്ന് എപ്പോഴും ഞങ്ങൾ ആവശ്യപ്പെടുന്നതുമായ ആ ദാനം, നിങ്ങളുടെ സ്നേഹം നിങ്ങൾ അർപ്പിക്കും. നിങ്ങൾക്ക് ഞങ്ങളെ ഈ വിധത്തിലും സ്നേഹിക്കാം. നിസ്സാരതയിലും ദാരിദ്ര്യത്തിലും നിങ്ങളുടെ ദയനീയ അവസ്ഥയിലും എനിക്ക് എന്തെങ്കിലും തരണമെന്ന് നിങ്ങൾ വാക്ക് തരികയും എന്നാൽ ആ വാക്ക് പാലിക്കാൻ കഴിയാതെ വരികയും ചെയ്യുമ്പോൾ നിങ്ങൾ നിരാശരാകരുത്. നിങ്ങളുടെ തെറ്റുകൾക്ക് ദുഃഖവും മനസ്താപവും നിങ്ങൾ എനിക്ക് സമർപ്പിച്ചിട്ടുണ്ടല്ലോ. തന്മൂലം എൻ്റെ മാതൃഹൃദയം സന്തോഷത്താൽ പുളകിതമാകുന്നു. എന്നിരുന്നാലും ഞാൻ ആവശ്യപ്പെടുന്നതും ചെയ്യാനും എന്നോട് വാഗ്ദാനം ചെയ്യുന്നവ പാലിക്കാനും നിങ്ങൾ ശ്രമിക്കണം. എല്ലാവരോടും മൗനം, പ്രാർത്ഥന, സഹനം എന്നിവ എന്നിൽ ഏറ്റവും വലിയ വിശ്വാസം. നിങ്ങളുടെ ഈ തീവ്ര സഹനങ്ങളും രഹസ്യമായി സഹിക്കുന്ന അപമാനങ്ങളും നിങ്ങളെ എൻ്റെ ക്രൂശിതനായ പുത്രനോട് സാദൃശ്യരാക്കുന്നു. എൻ്റെ മകൻ യേശു നിങ്ങൾക്കായി തയ്യാറാക്കിയ കുരിശ് അനുരൂപമാകുവാൻ നിങ്ങളുടെ സ്വർഗീയ മാതാവ് ആഗ്രഹിക്കുന്നു. അങ്ങനെ അവൾ നിങ്ങളെ അവനോട് കൂടുതൽ അനുരൂപരാക്കട്ടെ. 145. റോം, ജനുവരി 21, 1978. ഓ പുത്രന്മാരെ, നിങ്ങൾ എന്നെ സഹായിക്കുക. പ്രിയപുത്രരെ, ഓരോ ദിവസവും കഴിയുന്തോറും നിങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. തിരുസഭയുടെ നവീകരണത്തിനും ലോകത്തിൻ്റെ രക്ഷയ്ക്കും വേണ്ടിയുള്ള എൻ്റെ പ്രവർത്തനം കൂടുതൽ ബലവത്തും വ്യക്തവുമായിത്തീരുന്നു. ഇപ്പോഴത്തെ പോലെ മുൻപൊരിക്കലും നിങ്ങളുടെ സ്വർഗീയ മാതാവ് ഇത്രത്തോളം ശ്രദ്ധാലുവും ഉത്കണ്ഠാ-ഉള്ളവളും ആയിരുന്നിട്ടില്ല. എൻ്റെ വത്സലസുതരുടെ ഹൃദയങ്ങളെ ഞാൻ സമീപിക്കുകയും നിങ്ങൾ ഓരോരുത്തരോടും
ഒരമ്മയുടെ അവകാശത്തോടെ എൻ്റെ സഹായത്തിന് വരാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എൻ്റെ പുത്രന്മാരെ, എന്നെ സഹായിക്കുക. നിങ്ങളുടെ അമ്മയ്ക്ക് ഇപ്പോൾ നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. ഞാൻ നിങ്ങളെ എല്ലാ ദിക്കുകളിൽ നിന്നും ഒരുമിച്ച് കൂട്ടുന്നതെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നതിനുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാകുന്നില്ലേ? കൂടുതൽ വ്യക്തവും നിരവധിയുമായ അടയാളങ്ങളാൽ, എൻ്റെ കണ്ണീരിനാലും പ്രത്യക്ഷപ്പെടലുകളാലും സന്ദേശങ്ങളാലും ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഈ പാവപ്പെട്ട ലോകം ഗർത്തത്തിൻ്റെ അടിത്തട്ടിലേക്ക് താണുപോകുന്നത് തടഞ്ഞു നിർത്താൻ എനിക്ക് കഴിയുന്നില്ല. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ ശിക്ഷ. കാരണം അടിത്തട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അത് സ്വയം നശിക്കും. വാസ്തവത്തിൽ അത് നശിപ്പിക്കപ്പെടും. കടിഞ്ഞാണില്ലാത്ത സ്വാർത്ഥതയാലും ഒരാളെ മറ്റൊരാളിനെതിരെ തിരിക്കുന്ന വിദ്വേഷത്താലും അത് നാശത്തിനിരയാകും. സഹോദരൻ സഹോദരനെ വധിക്കും. അനേകം ആളുകളെ ഇടയാക്കുന്ന കേട്ടുകേൾവി പോലുമില്ലാത്ത അക്രമങ്ങൾ അഴിച്ചുവിടുന്ന യുദ്ധത്തിൽ ഒരു രാജ്യം മറ്റൊന്നിനെ നശിപ്പിക്കും. രക്തം സർവത്ര ഒഴുകും. ഈ ലോകം അഗാധ ഗർത്തത്തിലേക്ക് വീണു പോകാതെ സൂക്ഷിക്കുവാൻ എൻ്റെ പ്രിയ മക്കളെ, നിങ്ങൾ എന്നെ സഹായിക്കുക. എൻ്റെ പാവപ്പെട്ട നഷ്ടപ്പെട്ടു പോയ അനേകം മക്കളെ രക്ഷിക്കുന്നതിന് എന്നെ സഹായിക്കുക. നിങ്ങളുടെ കൊച്ചു കൈകൊണ്ട് നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ കൈകൾക്ക് ശക്തിയേകുക. ഇതിനു വേണ്ടി എൻ്റെ വേദനാത്മകമായ അഭ്യർത്ഥനയെ ചെവിക്കൊള്ളുന്നതിന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. എൻ്റെ വിമല ഹൃദയത്തോട് ഐക്യപ്പെടുന്ന ഓരോ വൈദികനും നിങ്ങളെല്ലാം രക്ഷയിലേക്ക് നയിക്കുന്നതിന് നിങ്ങളുടെ അമ്മയ്ക്ക് നവമായ ബലമേകുന്നു. നിങ്ങളുടെ ഒരേ ഒരു ശ്രദ്ധ ഞാൻ എന്തു തന്നെ ആവശ്യപ്പെട്ടാലും അതിന് ഉവ് എന്ന് പ്രത്യുത്തരം നൽകുന്നതിലാകട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ നടത്തുന്ന അസാധാരണമായ ഇടപെടലിൻ്റെ ആവശ്യം അധികം സമ്മർദ്ദം ചെലുത്തുമ്പോഴും ഉപരി മഹത്തായ കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടും. ഫെബ്രുവരി 1, 1978 ഉണ്ണീശോയുടെ സമർപ്പണ തിരുനാൾ 146. നിങ്ങൾ ദേവാലയത്തിൽ ബലിയർപ്പിക്കപ്പെടും. വത്സലസുതരെ, ഞാൻ നിങ്ങളെ എൻ്റെ കരങ്ങളിൽ സംഭവിക്കുന്നു. നിങ്ങളാകട്ടെ എന്നാൽ സംഭവിക്കുന്നതിന് നിരുപാധികം സമ്മതിക്കുക. ഇതിനുവേണ്ടി നിങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളാകണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾ എൻ്റെ പിഞ്ചു കുഞ്ഞുങ്ങളാണ്. നിങ്ങളുടെ ചെറുമ അളവിതാണ്. ജനനശേഷം 40 ദിവസം കഴിഞ്ഞ് തൻ്റെ അമ്മയുടെ കരങ്ങളാൽ ദേവാലയത്തിലേക്ക് സംഭവിക്കപ്പെട്ട യേശുവിൻ്റെ ചെറുമ. അവൻ്റെ കണ്ണുകൾ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കുന്നു. തത്സമയം അവന് സമാധാനം അനുഭവപ്പെടുന്നു. അവൻ മറ്റൊന്നും കാണുന്നില്ല. എൻ്റെ ഹൃദയമാകുന്ന തൊട്ടിലിൽ അവൻ ഉറങ്ങുന്നു. അപ്പോൾ ശാന്തിയും വിശ്രമവും സ്നേഹവും ദിവ്യ ഉണ്ണിക്ക് കൊടുക്കുന്നതിലുള്ള സന്തോഷം എന്നിൽ വർദ്ധിക്കുന്നു. പ്രിയപുത്രന്മാരെ, നിങ്ങളെ ഞാനും സംഭവിക്കുന്നതിനും നിങ്ങൾ അനുവദിക്കുക. ഈ വിധം നിങ്ങൾ എൻ്റെ പരിപൂർണമായ ആനന്ദമായി തീരും. ഇങ്ങനെ മാത്രമേ നിങ്ങൾക്ക് സുരക്ഷിതത്വം അനുഭവപ്പെടുകയുള്ളൂ. ആകയാൽ എല്ലാറ്റിനെയും തണുപ്പുകൊണ്ടും വിറകൊള്ളിക്കുന്ന കൊടും ശൈത്യത്താൽ നിങ്ങൾക്ക് എൻ്റെ മാതൃഹൃദയത്തിൻ്റെ ചൂട് ലഭിക്കുന്നു. എല്ലാറ്റിനെയും പിടികൂടിയിരിക്കുന്ന അരക്ഷിതാവസ്ഥയുടെ മധ്യേ എൻ്റെ കരങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന രക്ഷാസങ്കേതം നിങ്ങൾ അനുഭവിക്കുന്നു. ഉപരി രൂക്ഷമാകുന്ന അന്ധകാരത്തിൽ എൻ്റെ പ്രകാശം ഇവിടെ നിങ്ങൾക്ക് വേണ്ടി വീശുന്നു. നിങ്ങളും എൻ്റെ നയനങ്ങളിലേക്ക്, നിങ്ങളുടെ അമ്മയിലൂടെ ദൈവം നിങ്ങൾക്ക് നൽകുന്ന പ്രകാശത്തിലേക്ക് നോക്കണം. കർത്താവിൻ്റെ ശുശ്രൂഷകരായ നിങ്ങളെ, അവിടുത്തെ ദേവാലയത്തിൻ്റെ കാവൽ ഭടന്മാരായ നിങ്ങളെ ഞാൻ ദേവാലയത്തിൽ എൻ്റെ കരങ്ങളാൽ സംഭവിച്ചു കൊണ്ടുപോകുന്നു. ഇപ്പോൾ അശുദ്ധമാക്കപ്പെട്ടതും തകർന്നു വീഴുന്ന പ്രതീതി നൽകുന്നതുമായ ഒരു ദേവാലയമാണിത്. സത്യത്തിൻ്റെ സ്തംഭങ്ങൾ പൊട്ടിത്തകരുന്നതായി കാണപ്പെടുന്ന അനേകം ഇടയന്മാർ ഏറ്റവും ഗൗരവാവഹമായ അബദ്ധങ്ങൾക്കിരയാകുന്നു. ബലിപീഠത്തെ പോലും മൂടിക്കളയുവാൻ ശ്രമിക്കുന്ന പാപത്താൽ സർവവും മലിനമാക്കപ്പെടുന്നു. ദൈവനിന്ദന കൃത്യങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരികയും ദൈവനീതിയുടെ പാനപാത്രം ഇപ്പോൾ നിറഞ്ഞു കഴിയുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ ദേവാലയത്തിൽ ബലിയർപ്പിക്കപ്പെടും. പാപത്തിൻ്റെ കറകളെ കഴുകിക്കളയുവാൻ രക്തത്തിന് ഇപ്പോഴും ശക്തിയുണ്ട്. എൻ്റെ സഭ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടും. ഇതിനു വേണ്ടിയത്രേ അമ്മ നിങ്ങളുടെ സമീപേ നിലകൊള്ളുന്നത്. പൂർണ്ണമായ സമർപ്പണ മനോഭാവത്തോടെ നിങ്ങളെ സംഭവിക്കുവാൻ എന്നെ അനുവദിക്കുക. നിങ്ങൾ ചുറ്റും നോക്കരുത്. അഭയമോ സംരക്ഷണമോ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത്. നിങ്ങൾ ഓരോരുത്തരും സംബന്ധിക്കാൻ പോകുന്ന എൻ്റെ വിമല ഹൃദയത്തിൽ സാക്ഷാത്കരിക്കാൻ പോകുന്നവയാണ്. ഫെബ്രുവരി 10, 1978 147. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയൂ. സിസിലിയിലെ എൻ്റെ പ്രിയപുത്രന്മാർക്ക് വേണ്ടി നിങ്ങൾ സമ്മേളനങ്ങൾ ആരംഭിച്ച എൻ്റെ വിഖ്യാതമായ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ
സ്നേഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും തീർത്ഥാടകരായി നിങ്ങൾ വന്നിരിക്കുകയാണെന്നതിൽ ഞാൻ എത്ര കണ്ട് സന്തോഷിക്കുന്നു. നിങ്ങളുടെ അമലോത്ഭവയായ മാതാവിൻ്റെ ദുഃഖിത ഹൃദയത്തെ ആശ്വസിപ്പിക്കുവാൻ നിങ്ങൾ വന്നിരിക്കുന്നു. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ദാനം ഞാൻ സ്വീകരിക്കുന്നു. സുന്ദരമായ ഒരു കിരീടം കൊണ്ടെന്ന പോലെ അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിന് ചുറ്റും ഞാൻ ആവരണം ചെയ്യുന്നു. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്ന വൈദികരെയാണ് നിങ്ങൾ എനിക്കായി നൽകുന്ന കിരീടമാണിത്. നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തിന് സന്തോഷത്തിന് നന്ദി. നിങ്ങൾക്ക് ഒരടയാളം ലഭിച്ചിരിക്കുന്നു. അതിൻ്റെ സാരം ഇതാണ്: പ്രകാശം ഇപ്പോൾ എല്ലായിടത്തേക്കും പരക്കും. ഞാൻ വിളിച്ചവർക്ക് ഇപ്പോൾ എൻ്റെ വിമല ഹൃദയത്തിൻ്റെ സങ്കേതം ലഭിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന സ്ഥലം ഇതാണ്. നിങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ കഴിയുന്ന സുരക്ഷിത സ്ഥാനവും ഇതത്രേ. നിങ്ങളെ ദൈവത്തിലേക്ക് നയിക്കുന്ന പാതയും ഇതുമാത്രം. തിരുസഭയുടെ മേൽ അന്ധകാരം നിപതിക്കും. നിങ്ങളുടെ സ്വർഗീയ മാതാവ് അവളുടെ സ്നേഹസുതരിൽ പ്രഥമനായ പൗലോസ് ആറാമൻ മാർപ്പാപ്പയുടെ ആത്മാവിനെ കൈക്കൊള്ളുന്നതിനായി വരുമ്പോൾ അന്ധകാരം രൂക്ഷതരമാകും. അദ്ദേഹം തൻ്റെ പരമമായ ബലി കുരിശിൽ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വ്യസനകരമായ രക്തസാക്ഷിത്വത്തിന് നന്ദി. അദ്ദേഹം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ദൈവത്തിൻ്റെ നീതിയുടെ കരത്തെ എനിക്ക് പിടിച്ചു നിർത്താൻ കഴിയും. എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം എല്ലാറ്റിനും ആഘാതമേൽക്കും. തിരുസഭ അബദ്ധ പ്രബോധനത്തിൽ മുങ്ങിപ്പോയതുപോലെ തോന്നിപ്പോകും. അബദ്ധത്തെ അനേകർ ആശ്ലേഷിക്കുകയും അതിന് വലിയ പ്രചാരം ലഭിക്കുകയും ചെയ്യും. ഒരു എണ്ണക്കറ നേരത്തെ വ്യാപിച്ചു കഴിഞ്ഞ മതത്യാഗം അതിൻ്റെ ഉച്ചക്കോടിയിൽ എത്തിക്കുകയും ചെയ്യും. രക്തസാക്ഷികളുടെ മണിക്കൂർ. ഇടയന്മാരും അവർക്ക് ഭരമേൽപ്പിക്കപ്പെട്ട അജഗണവും പ്രഹരമേറ്റ് ചിതറിക്കപ്പെടും. തിരുസഭ കർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടതുപോലെ തോന്നുന്നതിന് കുറേ സമയത്തേക്ക് കർത്താവ് അനുവദിക്കും. ദുർമാർഗത്തിൻ്റെ അങ്ങേയറ്റത്ത് എത്തിക്കഴിഞ്ഞാൽ ലോകത്തിൻ്റെ മേൽ അന്ധകാരം കൂടുതൽ കൂടുതൽ കഠിനമായിക്കൊണ്ടിരിക്കും. ലോകം എത്ര കൂടുതലായി അബദ്ധസഞ്ചാരം ചെയ്യുന്നുവോ അത്രയധികമായി ദൈവത്തിനെതിരെയുള്ള മറുതലിക്കലിൻ്റെയും വിഗ്രഹാരാധനയുടെയും ദൈവനിന്ദയുടെയും അശുദ്ധിയുടെയും മാർഗത്തിലൂടെ അത് മുന്നേറിക്കൊണ്ടിരിക്കും. ഈ വിധത്തിൽ ദൈവനീതി ലോകത്തിൻ്റെ പൂർണ്ണമായ ശുദ്ധീകരണത്തിന് വേണ്ടി അന്ധകാരത്തിലൂടെയും അഗ്നിയിലൂടെയും രക്തത്തിലൂടെയും നടക്കാൻ തീരുമാനിച്ചിരിക്കുന്നവ ലോകം സ്വകരങ്ങൾ കൊണ്ട് നിർവഹിക്കും. ഇത് രക്തസാക്ഷികളുടെയും ചെറുഗണത്തിൻ്റെയും മണിക്കൂറായിരിക്കും. വളരെയധികം രക്തസാക്ഷികൾ സ്വന്തം രക്തം ചിന്തും. രക്തസാക്ഷികൾ മർദ്ദിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്യുന്ന ഗണം കാണുമ്പോൾ അവർ അസൂയാലുക്കളാകും. ഞാൻ നിങ്ങളോട് ചെയ്യുന്നതെല്ലാം അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ഫെബ്രുവരി 11, 1978. 148. ഇപ്പോൾ നിങ്ങളെ തന്നെ ഒരുക്കണം. പ്രിയ സുതരേ, ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും നിങ്ങളെ ഞാൻ എൻ്റെ വിമല ഹൃദയത്തിലേക്ക് ഒരുമിച്ച് കൊണ്ടുവരുന്നു. നിങ്ങളുടെ ജീവിതത്തെ എനിക്ക് ഭരമേൽപ്പിച്ചിരിക്കുന്ന എൻ്റെ ക്ഷണത്തെ നിങ്ങളുടെ എളിമയോടുകൂടി സ്വീകരിച്ചു. ഈ സമയത്ത് ഞാൻ തന്നെയായിരിക്കും നിങ്ങളുടെ പ്രതിരോധം. നിങ്ങളുടെ പൗരോഹിത്യം എനിക്ക് പ്രതിഷ്ഠിച്ച് അത് യേശുവിൻ്റെ ദിവ്യകാരുണ്യ ഹൃദയത്തിൻ്റെ സ്നേഹ സംവിധാനത്തിന് അനുദിനം കൂടുതൽ കൂടുതൽ അനുയോജ്യമാക്കുന്നതിനുള്ള കർത്തവ്യം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ എനിക്ക് തന്നു. പാപപങ്കിലമായ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സ്ഥാനത്ത് എൻ്റെ വിമല ഹൃദയത്തെ ഞാൻ സ്ഥാപിക്കും. ഇങ്ങനെ ദൈവശക്തിയെ നിങ്ങളുടെ മേൽ ഞാൻ ആവാഹിപ്പിക്കും. ആ ശക്തി എൻ്റെ മകൻ യേശുവിനെ അവൻ്റെ പരിപൂർണതയിൽ നിങ്ങൾ ഓരോരുത്തരിലും രൂപവൽക്കരിക്കും. ഇതിനു വേണ്ടി നിങ്ങളുടെ അമലയായ അമ്മ നിങ്ങളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് സമ്മതം മൂളുക. വിധേയത്വവും പ്രാർത്ഥനയും സഹനവും നിങ്ങളിൽ നിന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ആദ്യമായി നിങ്ങൾ അധികം വിധേയത്വമുള്ളവരാകുക. ഈ വിധം മാത്രമേ നിങ്ങളിലൂടെ എനിക്ക് ആഹാരം തരാനും നിങ്ങളെ വസ്ത്രമണിയിക്കുവാനും നയിക്കുവാനും രൂപവൽക്കരിക്കാനും കഴിയുകയുള്ളൂ. നിഗൂഢതയിലും നിശബ്ദതയിലും ഏറ്റവും വലിയ അത്ഭുതങ്ങൾ ഞാൻ പ്രവർത്തിക്കുന്ന സമയം ഇതാണ്. എൻ്റെ പ്രിയ സുതരുടെ ഹൃദയങ്ങളിലും ആത്മാക്കളിലും ഞാൻ എൻ്റെ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. നിങ്ങളോ മറ്റുള്ളവരോ അറിയാതെ നിങ്ങളെ ഞാൻ വലിയ ശുദ്ധീകരണത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും. ഞാൻ നിങ്ങൾക്ക് എൻ്റെ അരൂപിയെ നൽകുന്നു. തന്മൂലം പിതാവിൻ്റെയും പുത്രൻ്റെയും ആത്മാവ് എൻ്റെ മേൽ എഴുന്നള്ളിയതുപോലെ നിങ്ങളുടെ മേലും എഴുന്നള്ളുന്നതിന് ശക്തമായി ആകർഷിക്കുകയും അവിടുന്ന് നിങ്ങളെ പൂർണ്ണമായി രൂപാന്തരപ്പെടുത്തുകയും ചെയ്യും. സ്നേഹത്തിനും പുണ്യത്തിനും ബലിയിലും
വീരോചിത പ്രവൃത്തികളിലും നിങ്ങൾ മഹാന്മാരായിത്തീരും. ഈ വിധം നിങ്ങൾ എൻ്റെ പദ്ധതിയുടെ നിർവഹണ സന്നദ്ധരായിത്തീരും. പ്രിയപുത്രന്മാരെ, നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കുവിൻ. യാമപ്രാർത്ഥനകൾ, അനുദിന ധ്യാനം, ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയോട് പല പ്രാവശ്യം നടത്തേണ്ട സന്ദർശനം എന്നിവ ഒരിക്കലും ഉപേക്ഷിക്കരുത്. ദിവ്യപൂജാ ബലി അത് അർപ്പിക്കപ്പെടുന്ന സമയത്തും ജീവിതകാലം മുഴുവനും ജീവിക്കണം. ക്രൂശിതനായ യേശുവിനെ പോലെ നിങ്ങൾ ഓരോരുത്തരും ആയിത്തീരുന്നതിന് സർവോപരി അൾത്താരയിൽ വെച്ചത്രേ ജപമാല ഒരിക്കലും മുടക്കരുത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രാർത്ഥനയാണ് ജപമാല. അത് ചൊല്ലുന്നതിന് നിങ്ങളോട് ആവശ്യപ്പെടാൻ ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നു. അത് നല്ലതുപോലെ ചൊല്ലേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പഠിപ്പിച്ചു. മെസബിയയിലെ ഗ്രോട്ടോയിൽ എൻ്റെ കുഞ്ഞു മക്കൾക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞാൻ ജപമാല മണികൾ എൻ്റെ വിരലുകളിലൂടെ ചലിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനാ നിരതരായിരുന്ന എൻ്റെ മക്കളോടുകൂടെ ഞാനും ചേർന്നു. നിങ്ങൾ ജപമാല ചൊല്ലുമ്പോൾ നിങ്ങളോടുകൂടെ പ്രാർത്ഥിക്കുന്നതിന് എന്നെയും ക്ഷണിക്കുക. അപ്പോഴെല്ലാം യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നു. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ മാതാവിനോട് കൂടെ പ്രാർത്ഥിക്കുന്ന മക്കളാണ് നിങ്ങൾ. ഇക്കാരണത്താൽ അത്രേ സാത്താനും അവൻ്റെ ദുഷ്ട സൈന്യത്തിനുമെതിരായി നടത്തുവാൻ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ സമരത്തിൽ ജപമാല ഏറ്റവും സുശക്തമായ ആയുധമായി തീരുന്നത്. നിങ്ങളുടെ സഹനങ്ങളും എനിക്ക് അർപ്പിക്കുക. നിങ്ങളെ എളിമപ്പെടുത്തുന്ന ആന്തരിക സഹനങ്ങൾ എനിക്ക് അർപ്പിക്കുക. നിങ്ങളുടെ പരിമിതികളുടെയും ന്യൂനതകളുടെയും അസംഖ്യം ഹൃദയപക്ഷങ്ങളുടെയും അനുഭവത്തിൽ നിന്ന് വരുന്നത് കൊണ്ടത്രേ അവ നിങ്ങൾക്ക് സഹനത്തിന് കാരണമാകുന്നത്. നിങ്ങൾ എനിക്കർപ്പിക്കുന്ന സഹനങ്ങൾ എത്രത്തോളം നിസ്സാരങ്ങളും നിഗൂഢങ്ങളുമായിരിക്കുന്നുവോ അത്രത്തോളം കൂടുതലായി അവ എൻ്റെ വിമല ഹൃദയത്തിന് ആനന്ദമേകും. ബാഹ്യമായ സഹനങ്ങൾ എൻ്റെ ശത്രു പലപ്പോഴും നിങ്ങൾക്കെതിരെ കൊണ്ടുവരുന്നു. കോപാവേശത്തോടെ അവൻ നിങ്ങളുടെ മേൽ അക്രമാസക്തരായി പാഞ്ഞു വരുന്നു. എന്തെന്നാൽ അവൻ്റെ പരാജയത്തിന് ഞാൻ നിങ്ങളെ ഉപകരണമാക്കുന്നുവെന്ന് അവൻ അറിയുന്നു. നിങ്ങളിൽ ചിലരെ എല്ലാ തരത്തിലുമുള്ള പ്രലോഭനങ്ങളാലും അവൻ പീഡിപ്പിക്കുന്നു. ചിലരെ സംശയവും വിശ്വാസരാഹിത്യവും കൊണ്ടും, ചിലരെ ആത്മീയ വരൾച്ചയും ക്ഷീണവും കൊണ്ടും, മറ്റു ചിലരെ വിമർശനവും അപഹാസ്യതയും കൊണ്ടും, ഇതൊക്കെ എത്ര ഗുരുതരമായ അപവാദങ്ങൾ കൊണ്ടും അവൻ ദണ്ഡിപ്പിക്കുന്നു. ഒരു വിധത്തിൽ മാത്രം നിങ്ങൾ അവനെ നേരിടുക. നിങ്ങൾ അനുഭവിക്കുന്ന പീഡകൾ എനിക്ക് അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വർഗീയ മാതാവിൽ വിശ്വസിക്കുക, ശരണപ്പെടുക. ഞാൻ നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടെങ്കിലും ഇതുപോലുള്ള അവസരങ്ങളിൽ പ്രത്യേകിച്ച് എൻ്റെ മാതൃസ്നേഹത്തിൻ്റെ എല്ലാ ആർദ്രതയോടും കൂടെ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഭയപ്പെടരുത്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ എൻ്റേതായിരിക്കും. അപ്പോൾ സാത്താൻ നിങ്ങളെ സ്പർശിക്കുകയില്ല. നിങ്ങൾ എൻ്റെ ആരാമത്തിലാണ്. എൻ്റെ വിമല ഹൃദയത്തിൽ നിന്ന് ആർക്കും നിങ്ങളെ തട്ടിക്കൊണ്ടുപോകാൻ സാധ്യമല്ല. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ വായന അവസാനിക്കുമ്പോൾ പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുകയാണ്. 1978 വായനകളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. 1991 വരെയുള്ള വായനകൾ നമുക്ക് വായിച്ചു തീർക്കേണ്ടതുണ്ട്. ദൈവം നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് വായിക്കാൻ നമുക്ക് ദൈവം തരുന്ന അവസരത്തെ ഓർത്ത് നന്ദി പറയാം. ഇത് കേൾക്കാൻ തരുന്ന അവസരത്തെ ഓർത്ത് നന്ദി പറയാം. ഈശോ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നതിനോർത്തും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് എത്രമാത്രം നമ്മൾ പ്രതിഷ്ഠിക്കപ്പെടേണ്ടിയിരിക്കുന്നതിനോർത്തും നമുക്ക് നന്ദി പറയാം. അമ്മയുടെ സംരക്ഷണ വലയം നമുക്ക് ചുറ്റുമുണ്ടായിരിക്കട്ടെ. എല്ലാ തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കാൻ പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ നാമത്തിന് എന്നെന്നും മഹത്വം ഉണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.